അല്ല നമ്മുടെ ഈ CPI എന്ത് ഭാവിച്ചാണ്? CPI തിരുവനന്തപുരം അല്ല കോഴിക്കോട് ജില്ലാ കൗൺസിൽ ഒരു ഇലക്ഷൻ റിവ്യൂ യോഗം കൂടിയിട്ട് പിണറായി വിജയൻ എടുത്തിട്ട് അങ്ങോട്ട് അലക്കുകയാണ് സഖാക്കള് ജില്ലാ കമ്മിറ്റിക്കകത്ത്. എന്നിട്ട് അവർ പറഞ്ഞത് ഒരു പക്ഷേ മിക്ക എല്ലാ ജില്ലാ കമ്മിറ്റികളും, അതായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, കൊല്ലം ജില്ലാ കമ്മിറ്റി, എറണാകുളം ജില്ലാ കമ്മിറ്റി ഒക്കെ പിണറായി വിജയന്റെ ഭരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ അതിനേക്കാൾ ഉപരി ഒന്ന് കടന്നിട്ട് പറഞ്ഞത് ഇടതു മുന്നണിയിൽ നിന്നും CPI പോകണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു 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 ജില്ലാ കമ്മിറ്റിയിൽ ഒരു ചർച്ച വന്നിരിക്കുന്നു. തീരുമാനമൊന്നും വന്നിട്ടില്ല കേട്ടോ, തീരുമാനമൊന്നുമല്ല, ചർച്ചയാണ്, സഹാക്കളുടെ അഭിപ്രായമാണ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അങ്ങനെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും അങ്ങനെ അഭിപ്രായം പറയുന്നെങ്കിൽ LDFന് പോകണമെന്ന് പറയുമ്പോൾ ഈ LDF നിൽക്കുന്നത് CPI ഗുണം ചെയ്തിട്ടില്ല എന്നും നഷ്ടമേ വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവരതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ LDFൽ വന്നിട്ട്? കാരണം നമുക്കിവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ. കാരണം PK വാസുദേവൻ നായർ ഇരിക്കുന്ന കസേര, മുഖ്യമന്ത്രി കസേര ഇരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി കസേര വളരെ ആദർശപരമായിട്ട് ത്യജിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി ഉണ്ടാക്കാൻ പുറത്തു വരികയും അങ്ങനെ ഇടതുമുന്നണി ഉണ്ടാക്കുകയും അങ്ങനെ പലപ്പോഴും CPIക്കാർ പറയുന്നുണ്ട് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ ഞങ്ങളാണ്, ഞങ്ങൾ ആ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി ഉണ്ടായത്, അല്ല CPM അതിൻ്റെ വലിയൊരു പിതൃത്വം ഏറ്റെടുക്കേണ്ട എന്നൊക്കെ CPIക്കാർ പലപ്പോഴും പറയാറുണ്ട്. അതിങ്ങനെ വീണ്ടും തികട്ടി വരികയാണോ? എന്താണ് CPIയിൽ സംഭവിക്കുന്നത്? ഒന്നാമത് കാര്യം CPIന്റെ പേര് കൺഫ്യൂസ്ഡ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാറ്റണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നല്ല. അതിപ്പോൾ എടുത്ത നിലപാടുകളുടെ കാര്യം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ചൈനീസ് ആക്രമണത്തിൻ്റെ സമയത്ത് എടുത്ത നിലപാട് ചൈനയിലും, അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടി വളർന്നതിന് ശേഷം അടിയന്തരാവസ്ഥനെ സപ്പോർട്ട് ചെയ്തു. അടിയന്തരം സപ്പോർട്ട് ചെയ്തത് മോശം നിലപാടായി ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയത് മാത്രമല്ല, അതിലൊരു കാരണമുണ്ട്. ഇവിടെയുള്ള ഈ സോഷ്യലിസ്റ്റുകാരും എല്ലാം കൂടിയിട്ട്, ഇവിടെയുള്ള റാഡിക്കൽ ലെഫ്റ്റുകളും സോഷ്യലിസ്റ്റുകാരും ജമാഅത്ത് ഇസ്ലാമി എല്ലാവരും കൂടിയിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ സമ്പൂർണ്ണ വിപ്ലവം പ്രഖ്യാപിക്കുകയും ജയപ്രകാശ് നാരായണ പട്ടാളത്തിനോട് തോക്ക് തിരിച്ചു പിടിക്കാൻ ആവശ്യപ്പെട്ടു. പട്ടാളം തോക്ക് തിരിച്ചു പിടിച്ചാൽ അവസ്ഥ എന്താ? അന്നോട്ട് ഇന്ന് വരെ രാജകത്വം ഈ നവ കൊളോണിയൽ രാജ്യങ്ങളിൽ പട്ടാള ഭരണം വരാത്ത ഒരേ ഒരു സ്ഥലമാണ് ഇന്ത്യ. ഈ നാളുകൾ എന്തായിരുന്നു വിചാരിച്ചത്? അന്ന് പട്ടാളം തോക്ക് തിരിച്ചു പിടിച്ച് എന്താണ് അവസ്ഥ? ഇവന്മാർ ഭാരത ബന്ദ് ഉണ്ടാക്കും, ആന്ധ്രാപ്രദേശ് റെയിൽവേ മന്ത്രി ബോംബ് വെച്ച് കൊല്ലുന്നു, ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു, ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങും. ജയപ്രകാശൊക്കെ വലിയ നേതാവൊക്കെ ആയിരുന്നു, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു ഉത്തരവാദിത്തം വേണ്ട ഈ രാഷ്ട്രത്തോട്. പട്ടാളം തോക്ക് തിരിച്ചു പിടിച്ച എന്താ അവസ്ഥ? ഇന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പിടിക്കുന്നത് നാളെ നിങ്ങൾക്കെതിരേക്ക് പിടിക്കാൻ. പട്ടാളക്കാർ വീരമുള്ളതുകൊണ്ട് അവരതിൽ വീണില്ല. ഇന്ദിരാഗാന്ധി എന്താ ചെയ്യുക ആ സമയത്ത്? ഇപ്പൊ നിങ്ങളിവിടെ എന്താ കേരളത്തിൽ എന്താ ചെയ്തത് വെച്ചാൽ അടിയന്തരാവസ്ഥ രാജ്യം കേസ് പോലുള്ള ചില കേസുകളാണ് ഇമോഷൻ. അത് ശരിയാണ്, ആ സംഭവത്തിനിടയിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് സംഭവിച്ചു. പക്ഷേ രാജ്യം കേസ് മാത്രമല്ല, അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പ്രധാനമായിട്ട് ഇവിടെ വന്ന പ്രതിപക്ഷം വലിയ ഉത്തരവാദികളാണ്. അടിയന്തരാവസ്ഥ ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന പോലീസുകാരും സഞ്ജയ് ഗാന്ധി കാണിച്ചു കൂട്ടിയ അട്രോസിറ്റീസ് ഉണ്ട്, അത് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിപ്പിച്ചത് നിങ്ങളാണ്. അതെ, അന്ന് CPI എടുത്ത നിലപാട് നല്ല നിലപാടായിരുന്നു. അത് സോവിയറ്റ് പാർട്ടിയുടെ സോവിയറ്റ് റഷ്യക്കാർ അന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ്. അപ്പോൾ സോവിയറ്റ് പാർട്ടിയുടെ നിലപാടനുസരിച്ചായിരിക്കും. അച്യുതമേനോൻ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു, സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടൊന്നല്ല. കളപ്പ് തൊട്ടടുത്ത ഇലക്ഷനിൽ തോറ്റമ്പി 6 എടുത്ത പാർട്ടിയാണ്. വളരെ ചുരുക്കം സീറ്റുകളെ ജയിച്ചിട്ടുള്ളൂ. ഈ മുന്നണി വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ നടന്ന ഇലക്ഷനിൽ CPI തോറ്റമ്പി 6 എടുത്താണ്. CPM ആണ് ജയിച്ചത്. പിന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് കുറേ കോൺഗ്രസ് അന്ന് സോവിയറ്റ് റഷ്യയുടെ തീരുമാനമാണ് കേരളത്തിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്. വേറൊരു വിഭാഗം ഞാൻ കേട്ടിട്ടുള്ളത്, അത് രണ്ടാമത് പറഞ്ഞാൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ലീഗ് നേതാവായ ബാഫയ്ക്ക് തങ്ങൾ അന്ന് ഭയങ്കര പൊളിറ്റിക്കൽ അനാർക്കി ആയിരുന്നു കേരളത്തിൽ. അനാർക്കി, അസ്ഥിരത, അൺസർട്ടനിറ്റി ആയിരുന്നു. ഗവൺമെന്റുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് മുസ്ലിം സമുദായത്താണ് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിച്ചിരുന്നത്. കാരണം വളരെ പിന്നോക്കമാണ്. ഇവിടെ സ്ഥിരമായിട്ടൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും പൊതുഗതാഗത രംഗത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് ബാഫയ്ക്ക് തങ്ങൾ വന്നു അച്യുതമേനോൻ നല്ല കരുണാനോട് ചോദിച്ചു, ഇന്ദിരാഗാന്ധിയോട് വന്നു കേൾക്കുന്നത്. കാരണം അച്യുതമേനോൻ കൊള്ളാവുന്ന വളരെ അടുപ്പമാണ്. അപ്പോൾ പറഞ്ഞു വെച്ചാൽ അച്യുതമേനോൻ കൊള്ളാവുന്ന ആളാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും, നിങ്ങളും കൂടി സഖ്യത്തിൽ വരിക, ഇൻ ദ സെൻസ് ഭരണത്തിൽ പങ്കാളിയാവുക, എന്നിട്ട് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആവട്ടെ. ഇന്ദിരാഗാന്ധി അംഗീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി സോവിയറ്റ് റഷ്യ നമ്മൾ നല്ല ബന്ധമാണ്. അങ്ങനെയാണ് ഗവൺമെന്റ് വന്നത്. ആ ഗവൺമെന്റ് വന്നതോട് കൂടിയിട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വന്നത്. അത് നല്ല ഭരണമായിരുന്നു. അതിന്റെ അടിയന്തരാവസ്ഥ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭരണം. കാരണം അച്യുതമേനോന്റെ കാലത്ത് വന്ന ഒരൊറ്റ ഇഷ്ടം പോലെ കേരളത്തിലെ രണ്ടാമത്തെ ഡെവലപ്മെന്റ് മൂവ്. ഒന്നാമത്തെ മൂവ് നമ്മുടെ ഇവരുടെ ഈ സമയത്താണ്, ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ SCPയുടെ സമയത്താണ് ഒന്നാമത്തെ മൂവ്. ഇയാൾ നെഗറ്റീവ് ആണല്ലോ, SCP നിങ്ങൾ നെഗറ്റീവ് ആയിട്ടല്ലേ കാണിക്കുന്നത്. രണ്ടാമത്തത് വന്ന അച്യുതമേനോൻ. മൂന്നാമത് ചെയ്യാൻ ശ്രമിച്ച കരുണാകരനാണ്. പക്ഷേ CPM അത് സമ്മതിച്ചില്ല, സമരം ചെയ്തിട്ട്. പക്ഷേ എങ്കിൽ കുറെ കഥയും ചെയ്തു.
നാലാമത്തെ വലിയ ഡെവലപ്മെന്റ് വന്നത് അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെ സമയത്താണ്. ഇപ്പോഴാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം. അപ്പൊ CPI സംബന്ധിച്ചിടത്തോളം ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇന്ദിരാഗാന്ധി തോറ്റമ്പയോ ഇവർക്ക് പിന്നെയും ചാഞ്ചാട്ടായി. അതായത് കൺഫ്യൂസ്ഡ് പാർട്ടി ഒന്നും ഇല്ല. അതിൽ മര്യാദയ്ക്ക് നിന്നാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ എന്ത് ചെയ്തു? CPM വലിയ ശക്തിയാണ് തൊട്ടുമുമ്പത്തെ ഇലക്ഷൻ അവർ കാണിക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ചാടി അങ്ങോട്ട് പോയി. വലിയ ത്യാഗം എന്നല്ല, അല്ലെങ്കിൽ CPM ഇവരുടെ ഭാരം അല്ലാതെ അധികാരത്തിൽ വരികയായിരുന്നു. ഈ 4 മന്ത്രിമാരെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അന്നൊരു ഗുണം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് CPI കൂടെ ചേർന്ന് ഒരു LDF ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ CPM അധികാരത്തിൽ വരും. അതിന് തൊട്ടുമ്പാടുന്ന ഇലക്ഷൻ നോക്കൂ നിങ്ങൾ. ആ ഇലക്ഷനിൽ പിന്നെ CPI മറുവശത്ത് CPM-നാണ് പിന്നെ ഇലക്ഷന്റെ പിന്നെ ഏത് ഇലക്ഷനാണ് ഞാൻ വിട്ടുപോയി. ആ തൊട്ട് മുമ്പ് നടന്നത്, ഈ സഖ്യം വരുന്ന തൊട്ട് മുമ്പ് നടന്ന ഇലക്ഷനിൽ CPM ആണ് പിന്നെ വലിയ സീറ്റും വോട്ടും നേടിയത്. CPI ഒന്നും അല്ലാതെ ഇപ്പോഴാണ്. CPM പക്ഷെ എന്നാലും മുന്നണി അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ കോൺഗ്രസുമായിട്ട് ഒരു ഐക്യ മുന്നണി എന്ന് പറഞ്ഞാണല്ലോ CPM വരുമായിരുന്നു. CPM വരില്ലായിരുന്നു. അല്ല, CPM അങ്ങനെ വരാതിരിക്കും. അതിൽ CPI മാത്രമല്ലല്ലോ, CPIക്ക് എത്ര വോട്ടുണ്ട്? ആ മുന്നണിന്റെ കാര്യത്തിൽ മാണി, അതുപോലെ തന്നെ കേരള കോൺഗ്രസ്, പിന്നെ മുസ്ലിം ലീഗ് ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഒരു മുന്നണി സംവിധാനം വന്ന് വിജയിച്ചില്ലെങ്കിൽ EMS അടുത്ത സിദ്ധാന്തം ഉണ്ടാക്കി EMS ലീഗിനെ അങ്ങ് കൂടെ കൂട്ടിയായിരുന്നു. EMS-ന് ബുദ്ധിമുട്ടൊന്നുമില്ല. EMS പിന്നെ ആദ്യം ലീഗിനെ കൂട്ടിയെങ്കിലും പിന്നെ കൂട്ടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ്, അത് ബേസിക്കലി ഒരു ഹിന്ദു വോട്ട് കൂടുതലായി കിട്ടുന്ന ഒരു പാർട്ടിയായി CPM ആയിരുന്നു. ലീഗിനെ കൂട്ടി അത് കിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞാൽ EMS ചെയ്യുമായിരുന്നു. CPI-യെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അന്നും ഇതിന് വലിയ വോട്ട് ഷെയർ ഒന്നുമില്ല. പക്ഷെ അന്ന് ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. കേരള തങ്ങളുടെ നേതാക്കന്മാരുണ്ട്. CPM-ൽ ആ പാടെ EMS-ഉം നായനാരും ഒക്കെ ഉള്ളത്. ഇവരൊക്കെ പക്ഷേ ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. പിന്നീട് ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. ആ പാടെ ഈ രാഷ്ട്രീയത്തിന്റെ മാനിപ്പുലേഷനൊക്കെ MP രാഘവനായിരുന്നു, അയാളെ പുറത്താക്കി. അപ്പൊ ഇവരൊക്കെ ഒന്നെങ്കിൽ ശുദ്ധന്മാർ, ആദർശവാദികൾ, കടുപിടുത്തക്കാരായിരുന്നു, അച്യുതാനന്ദൻ ഉൾപ്പെടെ. പിന്നെ പിണറായി വിജയനൊക്കെ അതിന് ശേഷം എമേർജ് ചെയ്ത് വന്ന നേതാവാണ്. അപ്പോൾ അന്ന് കൊള്ളാവുന്ന ലീഡർമാർ മൊത്തം, ഭരണം പറയുന്ന ലീഡർമാർ മൊത്തം ഈ CPI-ലെ MM ഗോവിന്ദൻ നായർ, PKV, അച്യുത മേനോൻ, നമ്മൾ എണ്ണി നോക്കി എല്ലാവരും, ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റീവ്സ് ആയിരുന്നു. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് CPI-ന്റെ പ്രസക്തി. അല്ലാതെ ആളുണ്ടായിട്ടല്ല. പിന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പിന്നെ ഇപ്പം മകണ്ണം ചാടി ഇടതുപക്ഷ ഐക്യത്തിൻ്റെ പ്രശ്നമൊന്നല്ല, തിരിച്ചടി കിട്ടുമെന്ന് തോന്നിയിട്ട്. പക്ഷെ അവർ കോൺഗ്രസിൽ നിന്ന് ആ അധികാരം ഉപയോഗിച്ച് ഒരു പാർട്ടി വളർത്താൻ ശ്രമിച്ചിരുന്ന അവർക്ക് വളരാൻ പറ്റും. അല്ല, അത് ദേശീയ കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ CPI-ക്ക് ഒരുപാട് നഷ്ടം. ഫൈസാബാദ് CPI-യുടെ MP ആയിരുന്നു കുറെ കാലം. അങ്ങനെ എത്രയോ സ്ഥലത്ത് ബീഹാറിലെ ഏറ്റവും വലിയൊരു പാർട്ടിയായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നല്ല ഒരു പിന്നെ MLA-മാരുള്ള പാർട്ടിയായിരുന്നു CPI. അപ്പൊ ആ മുന്നണി ചാടിപ്പോയത് നഷ്ടം തന്നെയാണ് CPI-ക്ക് നഷ്ടമാണ് ദേശീയ തലത്തില്. കേരളത്തിൽ നഷ്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സൊസൈറ്റി ഇരിക്കുന്നത്. ദേശീയ തലത്തിൽ ആ നിലപാടെടുത്ത് CPI-നെ നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെ CPI-ക്ക് ഒരു റെസ്പെക്ട് കിട്ടിയത് തന്നെ ഉത്തരേന്ത്യയിലുള്ള സ്വാധീനം വെച്ചുകൊണ്ടാണ്. അതായത് ഈ പറയുന്ന ഫൈസലാബാദ്, UP, ബീഹാർ, മഹാരാഷ്ട്ര, അങ്ങനെയാണല്ലോ. ബർദാനൊക്കെ വരുന്ന മഹാരാഷ്ട്ര എന്നാണ്, പേര് ബർദാനാണ്, മഹാരാഷ്ട്ര ആയിരുന്നു അദ്ദേഹത്തെ പ്രവർത്തന കേന്ദ്രം. അപ്പൊ അവിടെയൊക്കെ ശക്തമായി ആന്ധ്ര, ഇവിടത്തെക്കാട്ടുന്ന വലിയ പാർട്ടി അവിടെയൊക്കെ ആയിരുന്നു. പക്ഷെ ചതുരാനന്ദ് മിശ്രയൊക്കെ വന്നില്ലേ, ഇവിടത്തെക്കാളും വലിയ പാർട്ടി അവിടെ ആയിരുന്നു. പക്ഷെ ഇവിടെ എടുത്ത ഈ നിലപാട് കൊണ്ട് സത്യത്തിൽ അവിടെയുള്ള പാർട്ടി ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്താ അതിനുശേഷം ഈ കിട്ടിയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി വളർത്താൻ ശ്രമിച്ചില്ല. വിധേയത്വം. പിന്നെ CPM-ന് വന്നാൽ സ്വാഭാവികമായിട്ടും CPM-ന്റെ കൂടെയുള്ള വേറൊരു പാർട്ടി വളർന്നിട്ട് ശക്തിപ്പെടാൻ അവർക്ക് ഇഷ്ടമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, CPI-ക്ക് ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പണ്ട് ഈ വെളിയം ഭാഗവനൊക്കെ പേടിച്ച് CPM ഉണ്ടാതിരിക്കുകയായിരുന്നു. വെളിയം ഭാഗവൻ CK ചന്ദ്രപ്പൻ മരിച്ചതിന് ശേഷം ഇവർക്ക് ഭീഷണിപ്പെടുത്താവുന്ന ആളുകളെ ഉള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ CPM എന്താ ചെയ്യുന്നത്? ഇപ്പൊ CPM-നെ സംബന്ധിച്ച് CPI ഒരു പ്രശ്നമല്ല. ക്രെഡിബിലിറ്റിയുള്ള നേതാക്കന്മാരൊന്നും ഇല്ല. അവിടെ K ഇസ്മായിൽ ഉണ്ടായിരുന്നു. ഇസ്മായിൽക്ക് അപ്പോൾ സജീവമല്ല. ബാക്കിയല്ല ഈ പറയുന്ന പിന്നെ രാജാജിനെ പോലുള്ള ആളുകളുണ്ട്. അവർ പക്ഷേ വളരെ നിശബ്ദരാണ്. അവർക്ക് പ്രത്യേകിച്ച് അധികാര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സീറ്റ് കൊടുത്തു മത്സരിക്കാൻ മൂപ്പർ കോംപ്രമൈസ് ചെയ്യില്ലല്ലോ. അങ്ങനെ ചുരുക്കം ചില ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്. പക്ഷെ അവരൊന്നും ഇവർ ലീഡർഷിപ്പിലേക്കൊന്നും കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്കൊന്നും കൊണ്ടുവരും. അപ്പം ഇപ്പൊ എന്ന് വെച്ചാൽ കൊള്ളാവുന്ന ഒരാളുടെ പാർട്ടിയിൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് CPI-യുടെ ഈ ജില്ലാ നേതൃത്വം അത് എല്ലാ കാലത്തും ഉള്ളതാണ്. വിമർശനങ്ങളെല്ലാം ഒരു ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ. അത് CPM അല്ല, അവര് എല്ലാ സമയത്തും CPI ചെയ്തോണ്ടിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ CPM-ന്റെ കൂടെ മുന്നണി ഉണ്ടാകും. CPM-നെ കോൺഗ്രസിനെക്കാളും ശക്തമായിട്ട് വിമർശിക്കും. അതൊന്ന് കുറഞ്ഞത് ഈ കാനം സെക്രട്ടറി ആയിട്ട് ശേഷമുള്ള രണ്ടാമത്തെ ഒരു ഘട്ടം തൊട്ടിട്ടാണ്. കാനത്തിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു. എനിക്ക് കാനത്തിന്റെ പേഴ്സണായിട്ട് അറിയാം. ഞങ്ങൾ അവസാന കാലഘട്ടത്തിൽ മുല്ലക്കൽ എന്നാൻ്റെ മന്ത്രിസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം വന്നത്. പിന്നെ കോളൊന്നും ഉണ്ടായില്ല. പക്ഷെ അവസാനം മരിക്കുന്നതിന് മുമ്പ് കാനം എന്നെ പറ്റി അന്വേഷിച്ചിരുന്നു, ഞാൻ കാനത്തെ പറ്റി അന്വേഷിച്ചിരുന്നു.
അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ട്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും കടപ്പാടൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ കാരണത്തോട് ഞാൻ പറയുന്നത്, കാരണം നമ്മളെ ഈ പറയുന്ന മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ SFIക്കാനും ASFനും YFനും CATക്കാനും എല്ലാവരും CPMനാണ് കുറ്റപ്പെടുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ CPMനെ കുറ്റപ്പെടുത്തുന്നത് ആ വോട്ട് കൊണ്ടല്ലേ ജയിക്കും. ഒന്നെങ്കിൽ പാർട്ടി ശക്തിപ്പെടണം, അല്ലെങ്കിൽ ഈ പറയുന്നതിനെ മാതിരി CPMനുള്ള വിമർശനം മീഡിയയ്ക്ക് പോകാതെങ്കിലും നോക്കണം. അത് അവർക്ക് വലിയ ദോഷം ചെയ്യുന്നത്. കാരണത്തിനാണ് മനസ്സിലാകുക. എന്നോടൊന്നും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല, പതുക്കെ മാറ്റാൻ പറ്റും. കാലത്തെ സമയത്ത് അത് കാലം നടത്തിയിരുന്നു. അതാണ് കാലം കോംപ്രമൈസ് ചെയ്തെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാക്കി. അങ്ങനെ നല്ല സംഭവം. കാരണം യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ല. കാരണം കോടിയേരിയായിട്ട് നല്ല ബന്ധമായിരുന്നു. പിണറായി ആയിട്ട് അത്ര ക്ലോസ് എനിക്ക് തോന്നുന്നില്ല. കോടിയേരിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ അങ്ങനെ അത് മനസ്സിലാക്കുന്ന ആളുകളല്ല ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന CPMന്റെ കൂടെ നിന്ന് പിന്നെ തോളിൽ നിന്ന് ചെവി അടിക്കുന്ന ടീമിന് എന്താ പറയുക, സന്തോഷം പകരുന്ന പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ പോലും പ്രസ്താവന വരുന്നത്. ഈ രീതിയിൽ പോയാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ CPM അങ്ങ് തള്ളിക്കളയും. CPM ശക്തമായി തന്നെ നിൽക്കുകയാണെങ്കിൽ അവർ തള്ളിക്കളയും. പിന്നെ കോൺഗ്രസ്സുകാർ എടുത്തിട്ടുണ്ട് പണ്ട് തന്നെ മുഖ്യമന്ത്രി ഒന്നും ആക്കാൻ സാധിക്കും. ആകപ്പാടെ ലീഗ് ഉണ്ട് അവിടെ. അതിനൊക്കെ ശേഷം ഒരുപക്ഷെ കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് കേരള കോൺഗ്രസ് കൂടി കഴിഞ്ഞിട്ട് അതും കൂടി കഴിഞ്ഞിട്ടുള്ള അത്ര ശക്തിയേ ഉള്ളൂ. കേരള കോൺഗ്രസ് പല പഞ്ചായത്തുകളും പിടിക്കാൻ പറ്റും. ഇതിനത് പറ്റില്ല ഈ പാർട്ടിക്കുള്ളൂ. ചിലപ്പോൾ 1-2 മന്ത്രി സ്ഥാനം കൊടുക്കും, 1-2 MP സ്ഥാനം കൊടുക്കും. അതിൽ കൂടുതൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ വന്നാൽ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിൽ 4 മന്ത്രിയാകാം, 4 MP ആവാം. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും CPI സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മര്യാദയ്ക്ക് LDFൽ ഇപ്പോഴും വലിയ കുഴപ്പമില്ല നിന്നാൽ, ഈ കൺഫ്യൂഷൻ പാർട്ടി അല്ലാതെ മാറി നിന്നാൽ, കൺഫ്യൂഷൻ പാർട്ടി ആവാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നാലും രക്ഷപ്പെടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്ന് മര്യാദയ്ക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകും.